മോളെ, ഉമ്മ നാളെ ഒന്ന് വീട്ടിലേക്കൊന്ന് പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ്. ഞാനിപ്പോ വന്നിട്ട് 2-3 ആഴ്ചയായില്ലേ. എത്ര ദിവസമാണ് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണത്. വാപ്പയാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ആകെ ബുദ്ധിമുട്ടാണ്. വാപ്പയാണെന്നുണ്ടെങ്കിലോ വീട് വിട്ട് എവിടെയും മാറി നിൽക്കൂല്ല. ഇവിടേക്ക് വേണ്ട വീട്ടു സാധനങ്ങളൊക്കെ ഞാൻ ആ റഫീഖിൻ്റെ കയ്യിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ കുറച്ച് കഴിയുമ്പോഴേക്കും കൊണ്ടുവരും. നീ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ തന്നെ ഞാൻ ഓടി വരാം. പോകാണ്ട് പറ്റില്ലടി മോളെ. എത്രയെന്ന് പറഞ്ഞിട്ടാ വാപ്പാനിങ്ങനെ ബുദ്ധിമുട്ടിക്കണ്. ഷെറീന, ഇതെന്തൊരു ഇരിപ്പാ മോളെ. സുബൈദ, ഞാനൊന്ന് വീട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയായിരുന്നേ. ആ, അതെ. ഇന്നമ്മ പോയിക്കോട്ടെ. ഉമ്മ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി. ഉമ്മക്ക് അവിടെ പോയിട്ടും കാര്യങ്ങളുള്ളതല്ലേ. എത്ര ദിവസാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കണ്. നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കണ്ടേ. നീ എണിച്ചിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. നിനക്ക് 2 മക്കളുള്ളതല്ലേ. അതുകൾ നിന്റെ ഈ വിഷമം ഇങ്ങനെ കണ്ടോണ്ട് നിന്നു പറഞ്ഞാൽ അതുകൾക്ക് എന്താ ഒരു സമാധാനം ഉള്ളത്. നീ നിന്റെ മക്കളിനെ ആലോചിച്ചിട്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കേ. നീ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എത്ര ദിവസമായി. സാരല്ല, പോട്ടെ. ആ, നിങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളതാണ് എന്റെ ആകെയുള്ള ഒരു സമാധാനം. ആ, പിന്നെ താത്ത, എന്റെ ഒരു പാത്രം ഇവിടെ ഉണ്ട്. ഞാൻ പാല് വാങ്ങണ പാത്രാണേ. ഇവിടെ എന്തോ ചായ എന്തോ കൊണ്ടുവന്നതാണ്. ആ, അവിടെ ഉണ്ട്, ഞാൻ എടുത്തു തരാം. ആ, ആ. സുബൈദ, ഞാൻ ഇവിടുന്ന് പോണൂന്നേ ഉള്ളൂ. ഒരു മനസ്സമാധാനവും ഇല്ല എനിക്ക്. ഇടയ്ക്ക് നിന്റെ ഒരു കണ്ണിങ്ങട് വേണട്ടാ. വീട്ടിക്ക് വരാൻ പറഞ്ഞ അവള് കേൾക്കണമില്ല. അവന്റെ ഓർമ്മകളുള്ള വീടല്ലേ. എങ്ങനെ അവൾക്ക് വരാൻ പറ്റുക. എന്നാലും എന്റെ കുട്ടിക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലേ റബ്ബേ. നിങ്ങൾ ഒന്നും കൊണ്ട് ബേജാറാവേണ്ടതാത്ത. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വരി. ശരി, എന്നാ ഞാൻ പോട്ടെ. ഷെറീന, ഉമ്മ പോയോ മോളെ? ആ താത്ത, ഉമ്മ രാവിലെ തന്നെ പോയി. അതെ, പോകാണ്ട് പറ്റില്ലാലോ. പണികളൊക്കെ ഒരുങ്ങി എന്നിട്ട്. എവിടെ കുട്ടികളൊക്കെ എവിടെ, സ്കൂളിൽ പോയോ? ആ, അവര് സ്കൂളിൽ പോയി താത്ത. വീട്ടു ചെലവിനൊക്കെ എന്താ ചെയ്യണ മോളെ? സാധനങ്ങളൊക്കെ ഉണ്ടോ? ആ, ഉമ്മ പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടാ പോയത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ നിനക്കൊന്നും തോന്നണ്ട കേട്ടോ. ഒന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. എനിക്കൊരു ജോലിക്ക് പോയിക്കൂടെ? ആ, പോണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് താത്ത. അല്ലാണ്ട് പറ്റില്ലാലോ. ടൗണിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇല്ലേ, നീ അവിടെ നിന്ന് പോയി ചോദിച്ചു നോക്ക്. നിന്റെ ഈ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ അവരൊരു ജോലി തരാണ്ടിരിക്കില്ല. നീ ഇങ്ങനെ വെറുതെ വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന മനസ്സിലുള്ള ആവലാതികൾ കൂടുള്ളൂ. നീ മനസ്സിലത്തെ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക്. നല്ല ധൈര്യത്തോടെ ഇരിക്കി. എത്രയെന്ന് വെച്ചിട്ടാ മോളെ നമ്മൾ മറ്റുള്ളവരുടെ സഹായം ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ജീവിക്കുന്നത്. നിനക്ക് ചെറിയ 2 മക്കൾ ഉള്ളതല്ലേ. ആൾക്കാരൊക്കെ ഇപ്പത്തെ ഈ സഹതാപം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു എന്ന് വരും. അത് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴത് പ്രതീക്ഷിക്കാൻ പറ്റില്ലാലോ. നീ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക് കേട്ടാ. ഉം. ആ, ഷെറിയേ, നീ എവിടേക്ക് ഈ ബാഗ് തൂക്കിയിട്ട്? ആ, നസീമ താത്ത, ഞാൻ എന്താ ജോലിക്ക് പോകാൻ തുടങ്ങിയേ? അതെ. ആ, ഞാൻ അറിഞ്ഞില്ല. ആ, 2 ആഴ്ചയായി പോകാൻ തുടങ്ങിയിട്ട്. പോട്ടെ എന്നാ, ബസ് ഇപ്പൊ വരുവേ. ആ, പോയിക്കോ പോയിക്കോ. സമയമില്ലാട്ടോളി. നീ എവിടേക്ക് ഈ മടാളൊക്കെ എടുത്തിട്ട്? ഞാൻ കുറച്ച് വിറകെടുക്കാൻ പോവുകയാണേ. ആ, ആ ഷെറീനല്ലേ പോയത്? അവളിത് എവിടേക്കാ പോണെന്നാ പറഞ്ഞേ? അവളിതാ ജോലിക്ക് പോകാൻ തുടങ്ങിയത്രേ. ഞാൻ കുറച്ചു ദിവസം മുമ്പ് അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോലിക്ക് പോണ കാര്യമൊക്കെ ഞാൻ പറയുന്നത് കണ്ടു അവള്. എന്നാലും ഇത്ര പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞ് പോകുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോള്. എന്താലേ. അതെന്നടി ഞാൻ ആലോചിക്കുന്നതേ. എന്തായിരുന്നു അവള് മാപ്പിള മരിച്ചിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നത്. കരച്ചിലും പറച്ചിലൊക്കെ. അതൊക്കെ മാറിയപ്പോ അവളുടെ ഇത്ര പെട്ടെന്ന്. ആ, ഒക്കെ അഭിനയായിരിക്കും, ആൾക്കാരെ കാണിക്കാനേ. നിങ്ങൾ അവളുടെ മുഖത്ത് ഉഷാറ് കണ്ടോ? പഴയ പോലെ ഒന്നല്ല, കുറച്ച് ചന്തമൊക്കെ വെച്ചിട്ടുണ്ട്. ജോലിക്കൊക്കെ പോണ്ടല്ലോ.
അല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മുഖമൊക്കെ നന്നാക്കുന്നുണ്ടാവും. ഉം. രണ്ട് മക്കളിൽ തള്ളിയതൊന്നും ഇപ്പൊ കണ്ടാ പറയില്ല. ഇനിയിപ്പോ എന്താ ആരെ പേടിക്കാന്? എന്ത് വേണമെങ്കിലും ആവാലോ. സ്വാതന്ത്ര്യം കിട്ടിയിക്കല്ലേ. ആ, എന്തെങ്കിലൊക്കെ ആവട്ടെ. നമുക്കിപ്പോ അതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. എന്നാലും എനിക്ക് അവളുടെ മുഖത്ത് ഉഷാറ് കണ്ടിട്ടാണ്. അതന്നെ ഞാനും പറയണതേ. പോയവര് പോവന്നേലേ. എന്താ ചെയ്യണ? ആ, ശരി എന്നാ. ഷെറീന. ആ, സുബൈദാത്ത. ആ, ഇപ്പൊ എത്തിയുള്ളൂ തോന്നണു അല്ലേ? ആ, ഞാൻ ദാ ഇപ്പൊ എത്തിയുള്ളൂ. ഭയങ്കര ദാഹം. നീ പോകുമ്പോ കയ്യിലൊരു കുപ്പി വെള്ളം വെച്ചൂടെ നിനക്ക്? ആ, ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോണ്ട്. പക്ഷെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ബസ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഓടും. കുട്ടികൾ ഇവിടെ എത്തുമ്പോഴേക്ക് എനിക്ക് എത്തും വേണ്ടേ പറഞ്ഞിട്ടേ. ആ, പിന്നെ ഞാനൊരു കാര്യം അറിയട്ടെ പറഞ്ഞിട്ട് വന്നതാണ്. നീ രാവിലെ കടയ്ക്ക് പോകുമ്പോ മറ്റേ നസീമത്താത്തനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ, ഞാൻ അവരിനെ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടേക്കാ പോണെന്നൊക്കെ ചോദിച്ചു. ആ, അപ്പൊ വെറുതെ അല്ല. എന്തേ? അല്ല, നീ ഒന്ന് സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ നടന്നോട്ടോ. അതിന് ഞാൻ എന്താ ചെയ്ത്? നീ ഇപ്പൊ ജോലിക്കൊക്കെ പോവുകയല്ലേ, അതിന്റെ കണ്ണുകടിയാണ് അവർക്ക്. നീ കരഞ്ഞ് തളർന്ന് ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ അവരെന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാണാവോ. അതിന് നീ കരയാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഞാനേ. നീ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ കരയാൻ നിന്നാലേ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പറയണവരുടെയൊക്കെ മുമ്പിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അതാ വേണ്ടത്. നിന്റെ മക്കൾക്ക് നീ മാത്രല്ലേ ഉള്ളൂ. പറയണവര് എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കണം. അതൊന്നും കേട്ട് നീ തളരാൻ നിക്കണ്ട കേട്ടോ. അത് പറയാനാ ഞാൻ ഇപ്പൊ വന്നത്. ശരി എന്നാ, നീ വേഗം പണിയൊക്കെ ഒരുക്കാൻ നോക്ക്. ആ. നീ എന്തെന്ന് നേരത്തെയാണല്ലോ. ഞാൻ എപ്പോഴും ഈ സമയത്ത് തന്നെ പോവല്. ആ, ചുരിദാർ നന്നായിട്ടുണ്ടല്ലോ. പുതിയതാ തോന്നണു. എന്താ വേറെ എവിടേക്കും പോകാണ്ടോ? ഇതെന്റെ പഴയ ചുരിദാർ തന്നെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം താത്ത? ഒരാൾ അയാളുടെ ജീവിത പ്രശ്നം കൊണ്ട് ഒരു ജോലിക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അതിനൊക്കെ പല രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ അടുത്തൊന്നും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു വേണ്ടിയിരുന്നത്? എന്റെയൊക്കെ എന്റെ രണ്ട് മക്കളിനെ എന്നെ ഏൽപ്പിച്ചിട്ട് എന്നെ വിട്ടു പോയപ്പോ ഞാൻ മുണ്ടാണ്ട് കരഞ്ഞ് തളർന്ന് ഈ വീട്ടിനുള്ളിൽ ഇരിക്കണായിരുന്നോ? അങ്ങനെ ഇരുന്നു പറഞ്ഞ് എനിക്ക് എന്റെ മക്കൾക്കുള്ളത് ചെലവിനൊക്കെ ആരാ കൊണ്ടുവന്ന് തരിക? നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരുമായിരുന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലിരിക്കുക. അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ എന്റെ മേലെ കുതിര കയറാൻ വരുന്നേ? ഞാൻ എന്റെ മനസ്സിലത്തെ വേദനയൊക്കെ കടിച്ചമർത്തി കൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ മനസ്സിനെ വിഷമിപ്പിച്ചാണ്ടല്ലോ. ഞാൻ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കാനും എനിക്ക് താല്പര്യമില്ല. ഇത് എന്തൊരു വായാണ് റബ്ബേ. നീ എന്തോ കാട്ട്, എനിക്കിപ്പോ എന്താ?